തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായം 29-30 വാക്യങ്ങൾ. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുക ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ നുകം മൃദുവും എന്റെ ചുമടിൽ ലഘുവുമാകുന്നു. നസ്രത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കൃഷി അവരുടെ പ്രധാന തൊഴിലായിരുന്നു. വയൽ ഉഴലണമെങ്കിൽ നുകം ആവശ്യമാണ്. യേശു ക്രിസ്തു അപ്പന്റെ തൊഴിലായ മരപ്പണി ചെയ്തിരുന്നത് കൊണ്ട് നുക ഉണ്ടാക്കുവാൻ യേശുവിന് അറിയാമായിരുന്നു. നുകം മൃഗത്തിന്റെ കഴുത്തിൽ വെച്ച് കെട്ടി ഒരാളുടെ മേൽനോട്ടത്തിലാണ് വയൽ ഉഴുന്നത്. നാം നുകമേൽക്കുമ്പോൾ നാം തനിച്ചല്ല, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:20 ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ദൈവം കൽപ്പിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി നിവർത്തിപ്പാൻ ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം നുകമേൽക്കുന്നത് മറ്റുള്ളവരുടെ നിർബന്ധത്താൽ ആകരുത്, ദൈവത്തോടുള്ള സ്നേഹത്തോടെ ആയിരിക്കണം. 1 യോഹന്നാൻ 5:3 അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലയോ ദൈവത്തോടുള്ള സ്നേഹം. കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. ദൈവത്തിന്റെ വാക്ക് ഇരുവായത്തിലുള്ള വാളാണ്. അതനുസരിക്കുന്നവർക്ക് ആശ്വാസവും അനുസരിക്കാത്തവർക്ക് ന്യായവിധിയായിരിക്കും ഫലം. എന്താണ് യേശുവിൽ നിന്ന് പഠിക്കേണ്ടത്? ഒന്നാമത്, യേശുവിന്റെ താഴ്മ പഠിക്കണം. ഫിലിപ്പിയ ലേഖനം 2:5-6 വാക്യങ്ങളിൽ ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യരൂപം എടുത്തു തന്നെത്താൻ താഴ്ത്തി ഭൂമിയിലേക്ക് ഇറങ്ങിവെന്നു എന്ന് കാണാം. ദാസനെ പോലെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകി താഴ്മയുടെ മാതൃക കാട്ടിത്തന്നിട്ട് പറഞ്ഞത് നിങ്ങൾ ഇപ്രകാരം ചെയ്യുവാനാണ്. രണ്ടാമതായിട്ട്, യേശുവിൽ നിന്ന് നാം പഠിക്കേണ്ടത് സൗമ്യതയാണ്. എഫേസ്യ ലേഖനം 4:30 ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കുവിൻ എന്ന് പറഞ്ഞ് ക്ഷമയുടെ ലാവണ്യം കാട്ടിത്തന്നു. വിശുദ്ധ മത്തായി 5:22 സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് പറയുന്നു. സഹോദരനോട് 70 വട്ടം ക്ഷമിക്കാനാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം ദീർഘക്ഷമ എന്ന ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകണം. കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്തെഫാനോസിനെ അപ്പോസ്തല പ്രവൃത്തി 7:60 കാണാം. മൂന്നാമതായി, കർത്താവിൽ നിന്നും വിശുദ്ധി പഠിക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരാകണം. 7 കോടതികൾ മാറി മാറി വിധിച്ചിട്ടും ഞാൻ അവരിൽ യാതൊരു കുറ്റവും കണ്ടെത്തിയില്ല എന്നാണ് പീലാത്തോസ് പോലും പറഞ്ഞത്. റോമർ 10:15 നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് കാണാം. ഇരമ്യ പ്രവചനം 48:10 യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് വായിക്കുന്നു. വചനം പറയുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ ദൈവത്തിന്റെ നുകത്തിൻ കീഴിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത് ഒരു അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.